പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തുന്ന തൃപ്പാഴൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. ശിവരാത്രി നാൾ പാഴൂർ ക്ഷേത്ര പരിസരത്ത് കൂടുതൽ പോലീസ് സേനയെ നിയോഗിക്കുമെന്ന് ഡിവൈഎസ്പി വി.ടി. ഷാജൻ. മഹാശിവരാത്രി പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തുന്ന തൃപ്പാഴൂരിൽ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി.ടി. ഷാജന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ക്ഷേത്ര പരിസരവും ശിവരാത്രി മണപ്പുറവും തൂക്കുപാലവും മണപ്പുറത്തേക്ക് കടക്കാൻ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ സുരക്ഷയും മണപ്പുറത്തെ ക്രമീകരണങ്ങളും പോലീസ് നിരീക്ഷിച്ചു. പിതൃതർപ്പണത്തിന് ഇത്തവണ പതിവിൽ കവിഞ്ഞ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. തൂക്കുപാലത്തിൽ ഒരേ സമയം 10 പേരിൽ കൂടുതൽ കയറാതിരിക്കാൻ പാലത്തിന്റെ ഇരുഭാഗത്തും പോലീസിനെ വിന്യസിക്കും. മണപ്പുറത്തേക്ക് കടക്കാൻ മഴവിൽ പാലവും ക്ഷേത്രത്തിലേക്ക് വരാൻ താൽക്കാലിക പാലവും ഉപയോഗിക്കാം. നേരിട്ട് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മുഖ്യ കവാടം വഴി ക്ഷേത്രത്തിലെത്താം. ശിവരാത്രി ദിനത്തിൽ പാഴൂർ ക്ഷേത്ര പരിസരത്തു മാത്രം 50ഓളം പോലീസ് സേനയെ നിയോഗിക്കുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. പിറവം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എസ്.എൻ. സുമിത, എസ്ഐമാരായ കെ.എസ്. ജയൻ, എൻ.പി. ബിജു, അസിസ്റ്റന്റ് എസ്.ഐ. എസ്. സത്യപ്രസാദ്, സീനിയർ CPO ER ഹരീഷ്, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് A.K. സരസൻ, സെക്രട്ടറി P.S. ദേവപ്രസാദ്, പള്ളിപ്പാട് വാര്യം വൈസ് പ്രസിഡന്റ് K. വിജയൻ പള്ളിപ്പാട്, ജനറൽ കൺവീനർമാരായ ബിന്ദു ഫൈൻടെക്, പ്രിൻസ് ഡാലിയ എന്നിവരും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. ശിവരാത്രി നാൾ നേരം പുലരുന്നതോടെ പാഴൂരിലേക്ക് ഭക്തജനങ്ങളെത്തും. വൈകിട്ട് ദീപാരാധനയോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമാകും. രാത്രി വൈകുന്നതോടെ ക്ഷേത്രത്തിലും മണപ്പുറമടക്കമുള്ള പരിസരങ്ങളിലും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടും. അർദ്ധരാത്രി പെരുന്തൃക്കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം മണപ്പുറത്തേക്ക് എഴുന്നള്ളിക്കും. മണപ്പുറത്ത് വിളക്കാചാരം നടത്തി ദേവന്മാർ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ ബലിത്തറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ ഉയരും. ന്യൂസ് ബ്യൂറോ, പിറവം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.